This is me Tintu and you are watching your Tintuzlife. എല്ലാ കൂട്ടുകാർക്കും Tintuzlifeലെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആണ്. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ഒരു നാടൻ ഡിഷ് ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കി എടുക്കാൻ പോകുന്നത് ചക്കക്കുരു ചീര കട്ട്ലറ്റ് ആണ് കേട്ടോ. ഇപ്പൊ നിങ്ങൾ കുറച്ചുപേരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും ചക്കക്കുരു വെച്ചിട്ടുള്ള കട്ട്ലറ്റ് ഒന്നല്ലേ. ആക്ച്വലി കുറെ പേർക്ക് ചക്ക ഭയങ്കര ഇഷ്ടമാണ്. എന്നാൽ ഈ ചക്കക്കുരുവിനെ എല്ലാവരും ഒന്ന് മാറ്റി നിർത്താറാണ് പതിവ്. അതിന്റെ ഒരു മെയിൻ റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചക്കക്കുരു ഭയങ്കര ഗ്യാസ് കോസ് ചെയ്യുന്നു എന്നുള്ള ഒരു ധാരണ കൊണ്ടാണ്. പക്ഷെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ചക്കക്കുരുവിന്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനി ഒരിക്കലും ചക്കക്കുരുവിനെ മാറ്റി നിർത്തത്തില്ല. അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ ചക്കക്കുരുവിന്റെ ആരോഗ്യ ഗുണങ്ങൾ എന്ന് ഓരോന്നായിട്ട് നോക്കാം. ആദ്യമായി തന്നെ നമ്മുടെ ചക്കക്കുരു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചർമ്മ സംരക്ഷണത്തിന് വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഈ ചക്കക്കുരു കുറച്ച് തണുത്ത പാലിലൊക്കെ ഇട്ട് വെച്ചതിന് ശേഷം അതൊരു പേസ്റ്റ് ആക്കിയിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ നമ്മളത് വാഷ് ചെയ്ത് കളയുകയാണെങ്കിൽ നമ്മുടെ ഫേസിന് നല്ല ഒരു ഗ്ലോ കിട്ടുന്നതായിരിക്കും. അതേപോലെ തന്നെ നമ്മൾ ഈ ചക്കക്കുരുവും പാലും തേനും കൂടെ ഒരു പേസ്റ്റ് ആക്കിയിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഫേസിൽ ഒരു മാസ്ക് പോലെ അപ്ലൈ ചെയ്തിട്ട് കുറച്ച് കഴിയുമ്പോൾ വാഷ് ചെയ്ത് കളയുകയാണെങ്കിൽ നമ്മുടെ ചർമ്മത്തിൽ ഉണ്ടാവുന്ന ചുളിവുകൾ മാറാനും അതേപോലെ തന്നെ നല്ല തിളക്കം കിട്ടാനും ഒത്തിരി നല്ലതാണ്. അപ്പൊ നമ്മളുടെ ഫുഡിൽ ഈ ചക്കക്കുരു എന്നും തന്നെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നോക്കുക. നമുക്കറിയാം ചക്കയുടെ ആ ഒരു സീസൺ വരുമ്പോഴേ നമുക്ക് ചക്കക്കുരു കിട്ടത്തുള്ളൂ. അപ്പൊ ആ ഒരു ടൈമിലെങ്കിലും നമ്മളുടെ ചക്കക്കുരു ഒഴിവാക്കാതെ നമ്മളുടെ ഫുഡിൽ കൂടുതലും ചക്കക്കുരു ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ സൗന്ദര്യം വർദ്ധിക്കാനായിട്ടുള്ള ഒരു റീസൺ ആവും അത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ ചക്കക്കുരുവിന്റെ വേറൊരു ഹെൽത്ത് ബെനിഫിറ്റ് പറയുകയാണെങ്കിൽ ചക്കക്കുരുവിൽ ഒരുപാട് ആന്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് ക്യാൻസറിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് വലിയ ഒരു പങ്ക് വഹിക്കുന്നുണ്ട് എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇനി നമ്മളുടെ ഹെയർ ഗ്രോത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ മാംഗനീസ് അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മളുടെ മുടി തഴച്ചു വളരാനൊക്കെ ഈ ചക്കക്കുരു വലിയ ഒരു പാർട്ട് തന്നെ വഹിക്കുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഇനി നമുക്കറിയാം ചക്കക്കുരുവിനകത്ത് വൈറ്റമിൻ എ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മളുടെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ നമ്മളുടെ കണ്ണിന് നല്ല ഒരു ആരോഗ്യം നൽകുന്നതിനും ഒക്കെ ഇതൊരു പ്രധാനമായ ഘടകമാണ്. ഇനി നമ്മൾ മലബന്ധം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ചക്കക്കുരു ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം ഇതിൽ ഒത്തിരി ഫൈബർ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ മോഷനൊക്കെ ഈസി ആയിട്ട് നടക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നു. അടുത്തതായിട്ട് പറയുകയാണെങ്കിൽ നമ്മളെ ചക്കക്കുരു അനീമിക് ആവുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, അനീമിയ പോലെയുള്ള ബുദ്ധിമുട്ടുകളുള്ളവർക്ക് ഒത്തിരി നല്ലതാണ്. കാരണം ഇതിൽ അയൺ കണ്ടന്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അനീമിയ പ്രോബ്ലംസ് ഒക്കെ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാനായിട്ട് ചക്കക്കുരുവിന് സാധിക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെ ഒരുപാട് കാര്യങ്ങളിൽ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് ഈ ചക്കക്കുരു. അപ്പൊ ഇത്രയും കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ നമ്മുടെ ചക്കക്കുരു എറിഞ്ഞു കളയേണ്ട സാധനമല്ല, നമ്മൾ അകത്താക്കേണ്ട സാധനം തന്നെയാണെന്നുള്ളത്. അപ്പം ഇനി അടുത്തതായിട്ട് നമ്മളുടെ ഇന്നത്തെ ഡിഷില് ചക്കക്കുരുവും ഉണ്ട് ചീരയും ഉണ്ട്. അപ്പൊ ചീരയുടെ ഹെൽത്ത് ബെനിഫിറ്റ്സ് കൂടെ പറഞ്ഞുതരാം. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ചീര പലതരം കളേഴ്സിലുണ്ട്. നമുക്ക് ചുമന്ന ചീരയും വെള്ളച്ചീരയും പച്ചച്ചീരയും അങ്ങനെ പലതരം ചീരകളുണ്ട്. ഇതിലെ ഏറ്റവും നല്ല ചീര എന്ന് പറയുന്നുണ്ടെങ്കിൽ വെള്ളച്ചീരയാണ്. ആക്ച്വലി ഈ വെള്ളച്ചീര നമ്മളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൊളസ്ട്രോൾ പോലെയുള്ള കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ഡയബറ്റിസ് ഉള്ളവർക്കും ഈ ചീര കഴിക്കുന്നത് ഒത്തിരി നല്ലതാണ്. അതേപോലെ നമുക്ക് അനീമിക് ആവാതിരിക്കാനും ഒത്തിരി നല്ല ഒരു പാർട്ടാണ് ഈ ചീര. നമുക്കറിയാം ഇലക്കറികളിലെ ഏറ്റവും ബെസ്റ്റ് നമ്മളുടെ ഈ ചീര തന്നെയാണ്. അപ്പൊ നന്നായിട്ട് നമ്മളുടെ വീട്ടിലൊക്കെ ഇത്തരത്തിലുള്ള ചീരയൊക്കെ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ നമ്മളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ അത് ഒത്തിരി നല്ലതാണ്. അതേപോലെ തന്നെ ഇത് നല്ല ഫൈബർ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മളുടെ മോഷനും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് നടക്കും. അപ്പോൾ മലബന്ധം പോലെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. അതേപോലെ തന്നെ നമ്മളുടെ ബ്ലഡ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാനും ഈ ചീര വളരെ സഹായകരമാണ്. അപ്പൊ നിങ്ങൾക്ക് ചീരയുടെയും അതേപോലെ തന്നെ ചക്കക്കുരുവിന്റെയും ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നമ്മളുടെ ഡിഷിലേക്ക് പോവാം. നമ്മളുടെ ഡിഷ് എന്ന് പറയുന്നത് ചക്കക്കുരു ചീര കട്ട്ലറ്റ് ആണ്. സോ ഇത് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി തരുന്നത് സിസ്റ്റർ മരിയ CMC ആണ്. അപ്പൊ നമുക്ക് എന്താണ് റെസിപ്പി എന്ന് കണ്ടു നോക്കാം. ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ഡിഷാണ് ചക്കക്കുരു ചീര കട്ട്ലറ്റ്. ഇതിന് വേണ്ട സാധന സാമഗ്രികൾ: ചക്കക്കുരു മിക്സിയിൽ പുഴുങ്ങി അതിൻ്റെ പുറത്തെ തുണ്ട് കളഞ്ഞ് പൊടിച്ചെടുത്തത്, ചീര ചെറുതായി അരിഞ്ഞ് എടുത്തത്, ചെറിയ ഉള്ളി കൊത്തിയരിഞ്ഞ് എടുത്തു വച്ചിരിക്കുന്നത്, പച്ചമുളക് കൊത്തിയരിഞ്ഞത്, കറിവേപ്പില കൊത്തിയരിഞ്ഞത്, ഇഞ്ചി കൊത്തിയരിഞ്ഞെടുത്തത്, വെളുത്തുള്ളി ചെറുതായി കൊത്തിയരിഞ്ഞെടുത്തത്, ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ചെടുത്ത് വെച്ചത്. ഇതിലേക്ക് വേണ്ടത് കാശ്മീരി ചില്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ഉപ്പുപൊടി.
നമ്മൾ ചീര അല്പം എണ്ണ ഒഴിച്ച് വേവിക്കണം. വേവിച്ച ചീരയിലേക്ക് പുഴുങ്ങി പൊടിച്ചു വെച്ചിരിക്കുന്ന ചക്കക്കുരു പൊടി ഇടാൻ പോകുകയാണ്. ചക്കക്കുരു പൊടിയും ഇട്ട് നല്ലതുപോലെ ഇത് ഇളക്കി എടുക്കുക. ഗ്യാസിൽ തീ കത്തിച്ച് നമ്മൾ അതിലേക്ക് ഇത് വെക്കാൻ പോകും. നന്നായി ഇളക്കിക്കൊണ്ടിരിക്കും. ചെറുതായി കൊത്തിയരിഞ്ഞ ചെറിയുള്ളി ഒന്ന് വാട്ടിയെടുക്കുക. കാശ്മീരി ചില്ലിപ്പൊടി ഇടുന്നു, മഞ്ഞൾപ്പൊടി ഇടുന്നു, കുരുമുളക് പൊടി, ഗരം മസാല, ചേർത്ത് നന്നായി കഴിക്കും. ചക്കക്കുരു ചീര എല്ലാം കൂടി വഴറ്റിയ അത് ഒരു ഉരുളകളാക്കി എടുത്ത് കയ്യിൽ വെച്ച് കൈക്കട്ടിയിൽ വെച്ച് നന്നായി പരത്തി ഓവൽ ഷേപ്പിലോ റൗണ്ട് ഷേപ്പിലോ ആക്കി മുട്ട വെള്ളയിൽ മുക്കി റസ്കിൻ്റെ പൊടിയിലും കൂടി മുക്കി എണ്ണയിലേക്ക് ഇടുക. ബ്രൗൺ കളറാകുമ്പോൾ അടുപ്പിൽ നിന്നും കോരി ഉപയോഗിക്കുക. അപ്പൊ ഫ്രണ്ട്സ്, എല്ലാവരും ചക്കക്കുരു ചീര കട്ട്ലറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയില്ലേ? അപ്പൊ ഇനി ചക്കയുടെ ഒരു സീസൺ ഒക്കെ ആകുമ്പോഴത്തേക്കും ചക്കക്കുരു വെച്ചിട്ടുള്ള ഈ ഒരു റെസിപ്പി എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ ഇത് എങ്ങനെയുണ്ടെന്നുള്ള ഫീഡ്ബാക്ക് നിങ്ങൾ കമന്റ്സിൽ അറിയിക്കുക. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ എല്ലാ പ്രാവശ്യം പറയുന്നത് പോലെ തന്നെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി ഒരു നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ, ദിസ് ഇസ് മീ ടിൻറ്റു സൈനിങ് ഓഫ് ഫ്രം ടിൻറ്റൂസ് ലൈഫ്.